ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഒരുപാട് നാളായിട്ട് പുറത്തൊന്നും പോകാതിരിക്കുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഒരുപാട് സങ്കടങ്ങളൊക്കെ കയറി കിടക്കുന്ന സമയത്ത് ഒന്ന് പുറത്ത് പോയി റിലാക്സ് ആകുകയാണെന്നുണ്ടെങ്കിൽ മനസ്സും തന്നെ ശാന്തമാകും, നമുക്ക് ഇതിനൊരു സന്തോഷമൊക്കെ കിട്ടും കേട്ടോ. ഒരാഴ്ചയുടെ മുകളിലായിട്ടോ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കഴിഞ്ഞ ശനിയാഴ്ച പോയതാണ്. അന്നേരം എടുത്തേക്കണ വീഡിയോ ആണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, കൊച്ചിന് സുഖമില്ലാണ്ട് ആയിട്ടും പിന്നെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉള്ളത് വന്നുകൊണ്ട് ഈ കുറച്ച് ദിവസമായിട്ട് എല്ലാ ആഴ്ചയിലും 2 വീഡിയോ എങ്കിലും ഞാൻ ഇടാറുണ്ട്. ചില ആഴ്ചയിൽ 3 വീഡിയോ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ആഴ്ചയിൽ എനിക്ക് ഒറ്റ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കൊച്ചിന് നല്ല സുഖമില്ലായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ടും. അപ്പോൾ ഞാൻ അന്ന് എടുത്ത് വെച്ചേക്കണ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് പോസ്റ്റ് ചെയ്യണത്. ഒരുപാട് വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഈ താമസം കാരണം മാത്രമാണ് അപ്ലോഡ് ചെയ്യാത്തത്. പിന്നെ എൻ്റെ ഉമ്മയും വാപ്പയും അനിയത്തിയും കൂടെ അവർ ഒരു ദിവസം ഇവിടെ വന്നായിരുന്നു. അവർ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കേട്ടോ വന്നത്. അന്ന് ഞങ്ങൾ ശനിയാഴ്ച പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അന്ന് എടുത്ത ഒരു വീഡിയോ ആണിത്. മക്കൾക്കൊക്കെ സുഖമില്ലാണ്ടായി കഴിഞ്ഞപ്പോൾ അവരൊന്ന് കാണാനായിട്ട് വന്ന കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടിമാലിയിൽ, ഇടുക്കി ജില്ലയിലെ അടിമാലി പിന്നെ ഇവിടെ പൊന്മുടി ഡാം, പൊന്മുടി ആട്ടുപാലമൊക്കെ കാണാനായിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം കണ്ട സ്ഥലമാണ്, എങ്കിലും അവരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ആദ്യമായിട്ട് കാണുന്നതാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയത് കേട്ടോ. അങ്ങനെ ഉമ്മാനെയും വാപ്പാനെയൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാനായിട്ട് പോയതാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ വീഡിയോയും വീട്ടിൽ രാവിലത്തെ കാര്യങ്ങൾ അതൊന്നും വീഡിയോയിൽ പെടുത്തില്ല കേട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാളും വീഡിയോ ലെങ്ത്തായി പോകുമെന്ന് വിചാരിച്ചാണ് വീഡിയോയിലെല്ലാം പെടുത്താണ്ടിരുന്നത്. പക്ഷേ ഇത്രയും ചെറുതായി പോയത് ഞാനായിട്ട് അറിഞ്ഞില്ല കേട്ടോ. പിന്നെ മനസ്സുകൊണ്ട് വിചാരിച്ച അത്രയും വീഡിയോയും ക്ലിപ്സും ഒന്നും ഇതിനകത്ത് പെടുത്താനും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയ ആ വഴിയിലുള്ള ക്ലിപ്പ് അതെല്ലാം ഒന്നും പെടുത്താനായിട്ട് കൊച്ചിനെ, അവർ 2 ദിവസത്തിനായിട്ട് വന്നതല്ലേ, അപ്പോൾ ആരെടുത്തും കൊച്ച് പോവില്ല ചെറുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ പിടിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോയൊക്കെ ഒഴിവാക്കിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ ചെന്നിട്ടുള്ള വീഡിയോ മാത്രമേ ഞാൻ പിടിച്ചുള്ളൂ. പൊന്മുടി ഡാമിൽ ഞങ്ങൾ ഇറങ്ങിയായിരുന്നു. അവിടെ പിന്നെ അങ്ങനെ കാണാനൊക്കെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഫോട്ടോ മാത്രമേ, ഡാമിൻ്റെ ഒരു ഫോട്ടോ മാത്രമേ എടുത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആട്ടുപാലത്തിലേക്ക് പോയി, പൊന്മുടി ആട്ടുപാലം. ഞങ്ങൾ ശനിയാഴ്ച പോയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം നന്നായിട്ട് തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു, പുറം രാജ്യത്തു നിന്നൊക്കെയുള്ള ടൂറിസ്റ്റ് ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫോണൊക്കെ പിടിച്ചുകൊണ്ട് നടക്കാനായിട്ട് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ വീഡിയോ പിടിച്ചു. രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോണതിൻ്റെ മുമ്പ് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഇവിടുന്ന് പോയത്. അതൊന്നും വീഡിയോയിൽ പെടുത്തിയില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ പൊന്മുടി ആട്ടുപാലം ഡാമും ഒക്കെ കണ്ട് ഇറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ ആട്ടുപാലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കണ്ട കാടിയെല്ലാം മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നും കിട്ടാനില്ല അവിടെ, കുറച്ച് ഫ്രൂട്ട്സ് അങ്ങനെ പിന്നെ കുറച്ച് കളിപ്പാട്ടം അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ പൊതുവായിട്ട് അവിടെ അവധി ദിവസങ്ങളിൽ മാത്രമാണ് പുറത്തു നിന്നൊക്കെ ഉള്ള ടൂറിസ്റ്റുകളൊക്കെ വരുന്നത്. ടൂറിസ്റ്റ് ഉണ്ടെങ്കിലല്ലേ കച്ചവടക്കാരുണ്ടാകുള്ളൂ, കച്ചവടക്കാരുണ്ടെങ്കിലല്ലേ ടൂറിസ്റ്റുകാരും ഉണ്ടാകുള്ളൂ. അങ്ങനെ ഞങ്ങളും കണ്ട കാടിയൊക്കെ മേടിച്ച് കഴിച്ചിട്ട് ഒരുപാടൊന്നും കഴിക്കണം അത്ര ഇഷ്ടമല്ല. പുളിയുള്ളത്, അതായത് കൂടുതൽ ഉപ്പിലിട്ടോ കഴിക്കാൻ ഇഷ്ടം. അങ്ങനെ അത് ഫ്രൂട്ട്സും മുളക് ഇട്ടേക്കണത് അങ്ങനെയുള്ളതൊക്കെ ഞങ്ങൾ മേടിച്ച് കഴിച്ചു. പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ വെള്ളത്തൂരിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയി. ഒരു 1.5 മാസം മുമ്പ് ഞങ്ങളവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം എടുത്ത് വെച്ചിരുന്ന കുറച്ച് വീഡിയോകളൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അവിടെ പോണതും ഏലക്ക പറിക്കുന്നതും പിന്നെ അത് പറിച്ച് ഉണക്കി പൊടിച്ച് വെക്കുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് ആ ക്ലിപ്പിൽ. അത് പറ്റും പോലെ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു 5-6 കൊക്കോ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ പറിച്ചെടുത്തു. ഉമ്മായൊക്കെ, ഞങ്ങളുടെ നാട്ടിൽ ഇതൊന്നും ഇല്ല കേട്ടോ, കൊക്കോയൊന്നുമില്ല. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ ഇത് ആദ്യത്തെ ഒരു അനുഭവമായിരിക്കും. എൻ്റെ വീട് മലപ്പുറം ജില്ലയിലാണ്, എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നേക്കണ എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ ഈ കൊക്കോയൊന്നും, ഇപ്പോഴൊക്കെ ഈ ബഡൊക്കെ മേടിച്ച് വെക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷേ നേരത്തെ ഒന്നും ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ഈ നാട്ടിൽ വന്നേ പിന്നെയാണ് കൊക്കോയൊക്കെ കാണാൻ തുടങ്ങിയത് തന്നെ. അതേപോലെ തന്നെ ഏലം കൃഷി ചെയ്യണതും ഈ നാട്ടിൽ വന്നേ പിന്നെയാണ് കാണാൻ തുടങ്ങിയത്. അവിടെ ഇതൊന്നുമില്ല, നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും, കടയിൽ നിന്ന് മേടിക്കും, അത്രയല്ലേ ഉള്ളൂ. ചോക്ലേറ്റൊക്കെ നമ്മൾ ഒരുപാട് കഴിക്കാറുണ്ട്. ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ കൊക്കോയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അതൊന്നും നേരത്തെ അറിയില്ലായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് ഇതൊക്കെ അറിഞ്ഞു തുടങ്ങി. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നല്ലൊരു കൊക്കോ നോക്കി പൊട്ടിച്ചാണ് കേട്ടോ. പക്ഷെ ഞാൻ വിചാരിച്ച അതേപോലെ ആയിരുന്നില്ല. അതിൻ്റെ അകം പഴുപ്പ് അധികമായി കഴിഞ്ഞ് ഉണങ്ങി തുടങ്ങി കേട്ടോ. പിന്നെ അതേ ഒരു ജാതി നിപ്പുണ്ട്, അപ്പോൾ അതിൽ കായൊക്കെ ഉണ്ടോ എന്ന് നോക്കി.
ചെറുതായിട്ട് ചെറിയ രീതിയിലൊക്കെ കായൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ പൊട്ടി തുടങ്ങുന്ന സമയം ആവണല്ലേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ ഒരു 5-6 കാ പൊട്ടാത്ത ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ചാടിക്കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അതും എടുത്തു. പിന്നെ ഇതേ ഏലം നിൽപ്പുണ്ട്. വലിയ കാടൊന്നും ആയിട്ടില്ല. ഒരു അരിവാള ഞങ്ങൾ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു, വലിയ കാടുണ്ടെങ്കിൽ വെട്ടിക്കളയാനൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു 1-1.5 മാസം മുമ്പാണ് ഞങ്ങൾ വന്ന് എല്ലാം ക്ലീൻ ആക്കിയിട്ടിട്ട് പോയത്. പിന്നെ അന്ന് ഞങ്ങൾ പോയ സമയത്ത് ഈ ഏലമൊക്കെ വൃത്തിയാക്കണതിൻ്റെ ഇടയിൽ തന്നെ അവിടെ നല്ലൊരു തോടുണ്ട് കേട്ടോ. നമ്മൾ സ്ഥലത്തിന് ചേർന്ന് തന്നെ തോട് ഒഴുകണുണ്ട്. അപ്പോൾ ആ തോട്ടിലിറങ്ങി എങ്ങാണ്ട് ഒരുപാട് വലിയ വലിയ മീനുകളൊന്നുമില്ല, ചെറിയ ചെറിയ മീനുകൾ, പരൽ പോലുള്ള ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിനെ ചൂണ്ടയിട്ട് എങ്ങാണ്ട് ഏറെ കുറത്ത് ചൂണ്ടയിട്ട് പിടിക്കുന്ന പിന്നെ ഇതുമൊക്കെ വീഡിയോയൊക്കെ അന്നത്തെ വീഡിയോയിലുണ്ട്. അങ്ങനെ അന്ന് ഞങ്ങൾ പോയത് രാവിലെ പറമ്പിലേക്ക് എത്തിയിട്ട് വൈകുന്നേരമാണ് ഞങ്ങൾ പറമ്പിൽ നിന്ന് തിരിച്ചു വന്നത്. അപ്പോൾ അത്രയും ദിവസം, ഒരു ദിവസത്തിൽ അത്രയും നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത് നല്ല നല്ല നിമിഷങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു. എനിക്കല്ലെങ്കിലും താമസിക്കാനാണെങ്കിലും ഇതുപോലുള്ള സ്ഥലത്താണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. ചെറിയ കുറച്ചൊക്കെ ഒരു ഉൾപ്രദേശം, പിന്നെ അതുപോലെ ചെറിയൊരു കൈത്തോട്, പുഴയായാലും കുഴപ്പമില്ല, തോടായാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ ചെറിയൊരു കനാലായാലും കുഴപ്പമില്ല കേട്ടോ. അതുപോലെ നമ്മൾ അടുത്തേക്കൂടെ ചെറിയൊരു കൈത്തോടൊക്കെ പോകണേ അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലമൊക്കെയാണ് എനിക്ക് എന്നെ താമസിക്കാൻ പോലും ഇഷ്ടമുള്ളൊരു സ്ഥലം കേട്ടോ. നമ്മൾ ആഗ്രഹിക്കുന്നൊന്നും കിട്ടില്ല എന്നല്ല, അതേപോലെ തന്നെയാണ് ഞങ്ങൾ വീട് മേടിക്കുന്ന സമയത്തും അതേപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഒരുപാട് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടണത് അങ്ങനത്തെ ആയിക്കൊള്ളുന്നില്ല. നമുക്ക് മനസ്സിൽ ആഗ്രഹങ്ങൾ എന്തും ആവാമല്ലോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പറമ്പിൽ നിന്ന് പോന്നു. അവിടെ ഒരുപാട് ഇതൊന്നും ഇല്ല കേട്ടോ, കുറച്ച് സമയം അവിടെ നിന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയത് നേരിയെങ്കിലും കടന്നാണ് പോയത്. തിരിച്ച് ഞങ്ങൾ വന്നപ്പോൾ പാമള വഴിയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് വന്നത്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ വേറെ കാഴ്ചകൾ കണ്ടു, തിരിച്ചു വന്നപ്പോൾ വേറെ കാഴ്ചകൾ കണ്ടു. അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ വന്നത്. പിന്നെ ഞങ്ങൾ ഇഞ്ചത്തൊട്ടി ആട്ടുപാലം ഒന്ന് കാണാൻ പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കയറാനും ഉമ്മാക്കും അനിയത്തിക്കൊക്കെ നല്ല പേടിയായിരുന്നു കേട്ടോ. ഇത്രയും വെയിറ്റ് ഉള്ള ആളാണെങ്കിലും വെയിറ്റ് കുറഞ്ഞ ആൾക്കാരാണെങ്കിലും ഒക്കെ ആൾക്കാർ കൂടുതൽ പാലത്തിൽ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കുലുക്കമായിരിക്കും കേട്ടോ, നല്ല ആട്ടമായിരിക്കും. അപ്പോൾ ഉമ്മാക്കൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ ആൾ തിരക്ക് കുറവായതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം സന്ധ്യയായിട്ട് ഒരു 5:30 ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ, അതുകൊണ്ട് തന്നെ ആൾക്കാർ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കയറി കാണാനും വീഡിയോ പിടിക്കാനും അങ്ങനെ എല്ലാത്തിനും സ്വസ്ഥമായിട്ട് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. പിന്നെ ആൾക്കാരില്ലാത്ത കാരണം തന്നെ ആവശ്യമായിട്ട് ഞങ്ങൾ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്ന വഴിക്ക് ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചത് വെള്ളത്തോലിൽ ടൗണിൽ നിന്നാണ് കേട്ടോ. അവിടെ ഞങ്ങൾ ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. പക്ഷേ ഹോട്ടലിൽ കയറി ചോറ് മേടിച്ച് ഓർഡർ ചെയ്ത ആ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു, ആ ഒരു വീഡിയോയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റോറേജ് കാരണം തോന്നണോ അത് ഡിലീറ്റായി പോയിട്ടുണ്ട്, ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ ഇവിടെ ഇഞ്ചത്തൊട്ടിയിൽ ബോട്ടിങ്ങൊക്കെ ഉണ്ട് കേട്ടോ, ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കയാക്കിങ് അതൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ കയറണമെന്ന് വിചാരിച്ചു, പക്ഷേ ഉമ്മാക്കും അനിയത്തിക്കൊക്കെ ഭയങ്കരമായിട്ട് പേടിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ 1-2 പേർക്ക് വേണ്ടിയിട്ട് കയറണ്ടേന്ന് ഓർത്ത് ഇതിൻ്റെ മുമ്പും ഇവിടെയല്ല വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബോട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പോയിട്ട് ഞങ്ങൾ അങ്ങനെ കയറിയില്ലാന്നേ ഉള്ളൂ. പിന്നെ എല്ലാവരും ഉണ്ടെങ്കിൽ കയറുമ്പോൾ ഒരു രസമാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ബില്ലടക്കുന്ന സമയത്ത് വലുതിന് വേറെ റേറ്റും ചെറുതിന് വേറെ റേറ്റുമാണ്. ചെറുതിലാകുമ്പോൾ കയാക്കിങ് ഉള്ളതിലാകുമ്പോൾ 2 പേർക്ക് കയറാൻ പറ്റുള്ളൂ, വലുതിലാകുമ്പോൾ 5-6 ഒക്കെ ആൾക്കാവാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2-3 പേരാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവർക്ക് 2 പേർക്കും പേടിയാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ആരും കയറിയില്ല കേട്ടോ. 5 മണി 5:30 ഉള്ളിലാണ് കേട്ടോ ഞങ്ങൾ അവിടെ ചെന്നത്. അതുകൊണ്ട് തന്നെ അത്രയും സമയം ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ കയറാണ്ട് തിരിച്ചു പോകുന്നത്. ഇനി പിന്നെ ഒരു ദിവസം പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഉമ്മാക്കൊക്കെ ആട്ടുപാലത്തിൽ കയറിയപ്പോൾ തന്നെ നല്ല പേടിയാണ് കേട്ടോ. ആട്ടുപാലത്തിൽ കയറാൻ പേടിയുള്ളവർ പിന്നെ എങ്ങനെയാണ് ബോട്ടിൽ കയറി പോണേ. തൂക്കുപാലത്തിൽ കയറി കഴിഞ്ഞപ്പോൾ അത്രയും പേടിയൊന്നും തോന്നില്ല കേട്ടോ. പൊന്മുടിയിൽ ആട്ടുപാലും തൂക്കുപാലും ഉള്ള വ്യത്യാസം തന്നെ അതാണ് കേട്ടോ. അങ്ങനെ ആട്ടുപാലത്തിൽ കയറിയെങ്ങാണ്ട് ഒരുപാട് സമയം കളഞ്ഞു കേട്ടോ. പൊന്മുടി പോയി കഴിഞ്ഞപ്പോൾ തൂക്കുപാലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ള കാരണം ഭയങ്കരമായിട്ട് മടിയോ എന്തോ പോലെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ ഒത്തിരി സമയം നിന്നില്ല. പക്ഷേ ഇവിടെ ആയിരുന്നു ഞങ്ങൾ ഒരുപാട് സമയം നിന്നത്. ഇവിടെ ഞങ്ങൾ കയറി അവസാനം വരെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ അപ്പുറത്തെ കാഴ്ചകളായിട്ടൊന്നും കാണാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ ഇഞ്ചത്തൊട്ടിയിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ആട്ടുപാലം തന്നെ ഉള്ളൂ കേട്ടോ. കാര്യമായിട്ട് ഇതാണ്. പിന്നെ ബോട്ടിങ്ങൊക്കെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. ആൾക്കാർ പൊതുവേ കുറവായിരുന്നു കേട്ടോ അത്ര സമയമായതുകൊണ്ട്. അവിടെ 5 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബോട്ടിങ്ങിൻ്റെ ഇത് കഴിയും കേട്ടോ. അവിടെ ആൾക്കാർ കുറവായിരുന്നു കേട്ടോ, ഭയങ്കരമായിട്ടും ടൂറിസ്റ്റ് എല്ലാം കുറവായിരുന്നു. ഞങ്ങൾ ആ സമയത്ത് ചെന്നതുകൊണ്ടാണോ എന്നറിയില്ല. അന്നേരം അവർ പറഞ്ഞു 5:30 വരെ വേണമെങ്കിലൊക്കെ നമുക്ക് ചെയ്യാമെന്ന്. പിന്നെ ഞങ്ങൾ 4-5 പേരായിട്ട് ഞങ്ങൾ പോയത്, ഇക്കായും ഞാനും ഉമ്മായും പാപ്പായൊക്കെ ആയിട്ട്. അപ്പോൾ അവർക്കൊക്കെ അതിൻ്റെ അകത്ത് കയറാൻ ഭയങ്കരമായിട്ട് പേടിയാണ്. പിന്നെ ഞങ്ങളിതിൻ്റെ മുമ്പ് ഇവിടെ അല്ലെങ്കിലും വേറെ സ്ഥലങ്ങളിൽ പോയേക്കണെയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് പോകുമ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കണം, അപ്പോഴല്ലേ നമുക്കും തന്നെ ഒരു സന്തോഷം കിട്ടുകയുള്ളൂ. ഇത് കുറച്ച് ആൾക്കാർ അങ്ങനെ
പിന്നെ കുറച്ച് ആൾക്കാർ ഇങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് പോകുമ്പോൾ അത്ര സന്തോഷം കിട്ടില്ല കേട്ടോ. എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലാണ് നമുക്ക് അങ്ങനെ പോയിട്ട് കാര്യമുള്ളൂ. ഉമ്മായൊക്കെ പിന്നെ പൊതുവേ പേടിയുള്ളതിലാണ്. ഈ വാർത്തയിലൊക്കെ ബോട്ട് മറിഞ്ഞ അപകടം അങ്ങനെയുള്ളതൊക്കെ കേട്ട് കഴിഞ്ഞ് പിന്നെയാണ് ഉമ്മായൊക്കെ ബോട്ടിലൊന്നും കയറൂലാണ്ടായത്. പിന്നെ മരണം നമുക്ക് എപ്പോഴാണ് സംഭവിക്കണമെന്ന് നമുക്കറിയില്ല. അത് മരണം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ്. അതിനെ നമുക്ക് ആർക്കും തടുക്കാനും പറ്റില്ല. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം, അപകടത്തിൽ നിന്ന് ഒഴിവാക്കണേ എന്നുള്ളത് പ്രാർത്ഥിക്കാം. അങ്ങനെ ആട്ടുപാലൊക്കെ കണ്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ നേരെ കടയിലേക്ക് കയറിയിട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് ഇന്ന് ഒരുപാട് സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചായ കടയും അയക്കാമെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചൂടും പഴംപൊരിയും മുട്ട ബജിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അയാൾ എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കൊണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കടയ്ക്കകത്തു നിന്നുള്ളൊരു വ്യൂ ആണിത്. വെള്ളത്തിൽ കുഞ്ഞു മീനുകളെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ക്യാമറയിൽ അത്രയും തന്നെ സൂം ആക്കിയിട്ടും കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ അതേ കൊച്ച് അതിൻ്റെ ഇടയിൽ ബബിൾസ് അവിടെ നിന്ന് മേടിച്ച് അതിവിടെ ഊതിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഊതിങ്ങാണ്ടത്തെ ബബിൾസ് ഉണ്ടാക്കി വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചായയും കടിയൊക്കെ കഴിച്ച് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. വന്ന വഴിക്ക് പിന്നെ കാഴ്ചകളൊന്നും കണ്ടില്ല. പിന്നെ ഒരുവിധം സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.